നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസത്തിലെ പുണർതം, കാല, പൂയം, ആയില്യം, കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ വീഡിയോയിലും പൊതുവെ പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസം കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 15-ാം തീയതി വരെ 5-ലാണ്. അതിനുശേഷം 6-ലേക്ക് വരും. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാത്തൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിട വരിക, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക, പലവിധ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുക, കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയാണ് മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 6-ലേക്ക് വരുമ്പോൾ ഈ 5-ൽ നിൽക്കുമ്പോൾ പറഞ്ഞതായിട്ടുള്ള ആ മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് 6-ലേക്ക് വരുമ്പോൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗ ശമനം വന്നു ചേരുക. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഫലമായിരുന്നുവെങ്കിൽ 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഏതെങ്കിലും വിധേന ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുക. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിലോ അതിനും ശമനം വന്നു ചേരുക. ദുരിതങ്ങൾക്കും ശമനം വന്നു ചേരുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ചൊവ്വയ്ക്ക് മാറ്റമൊന്നുമില്ല. ജന്മത്തിലായിരുന്നു ചൊവ്വയുടെ സ്ഥിതി. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. ദേഹകാര്യഭംഗം വന്നു ചേരുക. കാര്യഭംഗം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കാലയളവിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഭദ്രകാളീശ്വരിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ. ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുക. 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടും കർക്കിടകക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ കലഹം ഉണ്ടാവുക, ഭാര്യ ഭർത്തൃ പുത്ര കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും നല്ല ഫലമല്ലല്ലോ, ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വ്യാഴം 11-ൽ നിൽക്കുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും വളരെ നല്ല രീതിയിലുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങളെ ഒരു പരിധിവരെ ഈ വ്യാഴം 11-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മോശഫലങ്ങൾക്ക് ഫലപ്രാപ്തി കുറയുമെന്ന് മനസ്സിലാക്കുക. 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തരപ്രാപ്തി. ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പലപ്പോഴും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏത് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് ഇഷ്ടകാര്യ ലാഭം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് അത്രയൊക്കെ എത്തിപ്പെട്ടില്ല എങ്കിൽ പോലും ഈ വ്യാഴം 11-ൽ നിൽക്കുന്ന കാലയളവിൽ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക, പ്രമോഷൻ വന്നു ചേരുക, ഇങ്ങനെയുള്ളതായിട്ടുള്ള വളരെ നല്ല ഫലങ്ങളെയാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്നതായിട്ടുള്ള ഭഗവതിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. അതുപോലെ തന്നെ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. നമുക്കറിയാവുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഈ 7-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക്
ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 8-ലെ ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നതെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് തന്നെ അറിയാം. കാരണം ഈ ഫലം കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമായി അല്ലേ. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും 8-ന് നിൽക്കുന്ന ശനിയെ കൊണ്ട് ഈശ്വരാധീന കുറവിനെയും സൂചിപ്പിക്കുന്നു. വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചിലവ് വന്നു ചേരുക, വിചാരിക്കുന്ന രീതിയിൽ ധനം വരാതിരിക്കുക, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുക, സ്വജനങ്ങളോട് അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ അകന്നു നിൽക്കുവാൻ തോന്നുന്ന ഒരു സമയത്തെയാണ് 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം മോശഫലങ്ങളാണല്ലോ. അപ്പോൾ ഈ മോശഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക, അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ പോവുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ പഞ്ചാക്ഷരം നാമങ്ങളൊക്കെ ജപിച്ചോളൂ. ഈ ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. നാമസങ്കീർത്തനം നിസ്യ സർവ്വപാപത്ര നാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്തിൽ നാമജപമല്ലാതെ മറ്റൊരു ലളിതമായിട്ടുള്ളൊരു ഉപായമില്ല. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.